എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30% മുതൽ 50% വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര തോന്നൂർക്കര CPIM കിഴക്കുമുറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി. പിന്നോക്ക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാ കടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും, ഏകണേ ഞങ്ങൾക്കെപ്പോഴും. തോന്നൂർക്കര CPIM കിഴക്കുമുറി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിലെ SSLC+2 പരീക്ഷയിൽ വിജയിച്ച 31 വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. കേരള പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം പാർലമെന്റ് വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഠിച്ച് നല്ല മിടുക്കരായി നമ്മുടെ നാടിന്റെ അഭിമാനങ്ങളായി മാറുമ്പോൾ അത് നാടിന് ഗുണം ചെയ്യണം. എപ്പോഴും നമ്മൾ കാണേണ്ടത് നമ്മുടെ കുടുംബത്തെ. എല്ലാവരും പറയുന്നില്ലേ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അധ്യാപകരും പഠിപ്പിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ആണോ? പിന്നെയോ ഈ അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് വിടുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫിന് ശമ്പളം കൊടുത്ത് എങ്ങനെയാണ്? അതെല്ലാം പാവപ്പെട്ട പണിയെടുക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ നികുതി പണം സ്വരൂപിച്ചാണ് നമുക്ക് ശമ്പളം തരുന്നത്. അപ്പോൾ സമൂഹമാണ് നമ്മളെ, അതുകൂടി നമുക്ക് ഓർമ്മയുണ്ടാവണം. നമ്മുടെ അച്ഛനും അമ്മയും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അധ്യാപകരും ഉണ്ട്. അതോടൊപ്പം തന്നെ ആരുണ്ട്? ഇതിന് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആരാണ്? ഇവിടെ പറഞ്ഞില്ല, സ്കൂളുകൾ ഭൗതിക സാഹചര്യം ഏകദേശം 5000 കോടി രൂപയോളം ചെലവഴിച്ചാണ് നമ്മുടെ പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ട്. അപ്പോൾ ആ ചെലവഴിക്കാൻ പൈസ എവിടെ നിന്നുണ്ടായി? ഈ പാവപ്പെട്ടവർ തരുന്ന നികുതി പണം കൊണ്ടാണ്. അപ്പോൾ സമൂഹമാണ് നമ്മളെ പഠിപ്പിച്ച് വലുതാക്കുക. ഇപ്പോൾ ഒരു കുട്ടിയെ ഡോക്ടറാക്കാനോ എഞ്ചിനീയറാക്കാനോ ടീച്ചറാക്കാനോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് നമ്മുടെ സമൂഹം കോടാനുകോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അവരോടുള്ള ഉത്തരവാദിത്വം കൂടി നമ്മൾ നിറവേറ്റണം എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഇപ്പോൾ SLC കഴിഞ്ഞിട്ടുണ്ട്, +2 കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് ഓരോ മേഖലയിലേക്കും പോകണം. നമുക്ക് അഭിരുചിയുള്ള മേഖലകൾ തിരഞ്ഞെടുക്കണം. ഏത് സെക്ടറിലാണ് പോകേണ്ടത് നമ്മൾ തീരുമാനിക്കാനുള്ള പ്രായം. ട്രെയിനിങ് പോയിന്റ് അല്ലേ? 10ാം ക്ലാസ് കഴിഞ്ഞാൽ ട്രെയിനിങ് പോയിന്റ് എന്നാണ് പറയുക. 10ാം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി. +2 കഴിയുമ്പോൾ കുറച്ചും കൂടി തിരഞ്ഞെടുക്കാനുള്ള ശേഷി വരും. അങ്ങനെ തിരഞ്ഞെടുത്ത് നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കുകളായിട്ട് വ്യത്യസ്ത മേഖലയിലേക്ക് പോകണം. അപ്പം നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറണം. 18-ാം വാർഡിൻ്റെ മാത്രമല്ല അല്ലേ? ഞാൻ നാളെ പറഞ്ഞ തോന്നൂർക്കരയുടെ മാത്രമല്ലല്ലോ, ചേലക്കരയുടെ മാത്രമല്ലല്ലോ, തൃശ്ശൂരിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ഒക്കെ തന്നെ അഭിമാനങ്ങളായിട്ട് നമുക്ക് മാറാനുള്ള എല്ലാ അവസരങ്ങളും. 18-ാം വാർഡ് മെമ്പറും ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ KK ശ്രീവിദ്യ അധ്യക്ഷത വഹിച്ചു. നിങ്ങളുടെ ഈ വിജയ ശതമാനം ഇത്രയും ഉയർന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന ഏറ്റവും വലിയൊരു മേഖല തന്നെ ഏതാണ്? വിദ്യാഭ്യാസ മേഖലയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന് ആരോഗ്യ മേഖലയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന ഒരു സമയത്ത് നമ്മുടെ ബയോളജി ക്ലാസ്സിലാണെങ്കിലും ഒരു കെമിസ്ട്രി ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അധ്യാപകർ പറഞ്ഞു തരുമ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നിരുന്നത് എന്താണ്? കേവലം ആ ടീച്ചറുടെ കയ്യിലുള്ള ഒരു ചോക്കയോ അല്ലെങ്കിൽ ഒരു പേനയോ ആണ് അല്ലെ? പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വിദ്യാർത്ഥികൾ വളരെ കൃത്യമായി നമ്മുടെ കണ്ണുകളെ കൊണ്ട് നോക്കി കാണുന്ന രീതിയിലുള്ള ഹൈടെക് ലാബ് സംവിധാനങ്ങളാണ് നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം എല്ലാ സ്കൂളുകളിലും ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഈ വിജയത്തിന്റെ പിന്നിലും ഈ സ്കൂളുകൾ ഹൈടെക് ആക്കിയതും ലാബുകളുടെ സൗകര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഈ വിജയത്തിൽ വളരെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഇല്ലേ? പണ്ട് നമ്മള് കണ്ണുകൊണ്ട് ഇതാകും എന്ന് വിചാരിച്ചിരുന്ന സാധനത്തെ അതേ സാധനങ്ങളെ കെമിസ്ട്രിയിലാണെങ്കിൽ ടെസ്റ്റുകൾ നടത്താൻ ഓരോ സാധനങ്ങളെ കുറിച്ച് നമുക്ക് പറയുമ്പോഴും എന്താണ്, നമ്മളത് കണ്ണുകൊണ്ട് കണ്ട് ആ പരീക്ഷണം നമ്മൾ സ്വന്തമായി ടീച്ചറുടെ സാന്നിധ്യത്തിൽ നടത്തി നമുക്കതിന്റെ റിസൾട്ട് അറിയുമ്പോൾ എന്താണ്, ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടി നമ്മൾ സ്വന്തമായി കണ്ണുകളെ കൊണ്ട് കണ്ടിട്ട് നമ്മളത് പേപ്പറിലേക്ക് പകർത്തുമ്പോൾ അതിന് വലിയൊരു എന്താണ് യാഥാർത്ഥ്യമുണ്ട്.
ചേലക്കര CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TN പ്രഭാകരൻ, ബ്രാഞ്ച് സെക്രട്ടറി A ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, മറ്റു പ്രവർത്തകരായ PC രമേശ് ചന്ദ്രൻ, സുമേഷ്, PK ജയറാം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.